ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തേയിമ്പു എന്ന സീരീസിൻ്റെ 3ാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് പോയാണെങ്കിൽ ഓഫീസിലേക്ക് പോകുന്നതാണ്. പോകുന്ന സമയത്തെല്ലാം അവൻ എൻ്റെ ഫോൺ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതേസമയം നോക്കിയപ്പോൾ ബൈഫേണാണെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അവിടെ നിന്നുകൊണ്ട് ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ മൊത്തം എല്ലാവരും പോയിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. കമൻറ്റ് സെക്ഷനിലുള്ളവരെല്ലാം തന്നെ അവരുടെ ഫ്രണ്ട്സുമാണ്. അങ്ങനെ ഫ്രണ്ട്സാണെങ്കിൽ കമൻറ്റിൽ പോയോട് നീയാണെങ്കിൽ പറഞ്ഞ പോലെ റീയൂണിയന് വന്നില്ല, നമുക്ക് കാര്യം മനസ്സിലാവും, നീ മിസ്റ്റർ എ അല്ലേ, നീ മിസ്റ്റർ ബീൻ്റെ കൂടെ ആയിരുന്നിരിക്കും, എന്തായാലും ഞങ്ങൾ നിന്നെ ഷിപ്പ് ചെയ്യുന്നുണ്ട്, ഓൾ ദി ബെസ്റ്റ്, മിസ്റ്റർ ബിയോടുള്ള ടൈം സ്പെൻഡ് ചെയ്യുമെന്ന് പറയാണ്. അപ്പോൾ ഇവനാണെങ്കിൽ ഈ മിസ്റ്റർ എയുടെയും മിസ്റ്റർ ബിയുടെയും കാര്യം ആകെ പറയുന്നത് ബൈഫേണാണ്. എന്നാൽ നോക്കിയപ്പോൾ ഇപ്പോൾ ഫ്രണ്ട്സ് മൊത്തം കമൻറ്റ് സെക്ഷനിൽ ഇതാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഇത് കണ്ടുകൊണ്ട് ഇവൻ ബൈഫേണിനെ കോൾ ചെയ്തിട്ട് നീ എന്തിനാ എൻ്റെ കഥ അവരോട് പറഞ്ഞു നോക്കുന്നുണ്ട്. ആ സമയം അവൾ അവസാനം നീ ഇത് നിൻ്റെ കഥയാണ് സമ്മതിച്ചല്ലേ എന്ന് പറയാണ്. ആ സമയം അവൻ ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, ഞാൻ നിന്നോട് പറഞ്ഞ കഥ അത് നീ എന്തിനാ അവരോട് പറഞ്ഞു നോക്കുന്നുണ്ട്. ആ സമയം അവൾ അത് പിന്നെ നീ പറഞ്ഞ പോലെ റീയൂണിയന് വന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ് എന്താ റീസൺ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ നിൻ്റെ കഥ തന്നെ കുറച്ചൊന്ന് മോഡിഫൈ ചെയ്ത് കുറച്ച് അടിപൊളിയാക്കി അവർക്ക് പറഞ്ഞു കൊടുത്തു, അത്രേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അവൻ്റെ അടുത്ത് അല്ല നീ എൻ്റെ അടുത്ത് വരാമെന്ന് പ്രോമിസ് ചെയ്തല്ലേ, പിന്നെന്താ വരാത്തതെന്ന് വെച്ചപ്പോൾ അവനാണെങ്കിൽ അത് പിന്നെ അൺഎക്സ്പെക്റ്റഡായിട്ട് വർക്ക് തന്നു, അതുകൊണ്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാണ്. അങ്ങനെ നമ്മളെ കഴിഞ്ഞ ദിവസം രാത്രി സംഭവിച്ച കാര്യം കാണിക്കുകയാണ്. തെയ്മ് കൊറിയയിലേക്ക് പോവേണ്ട അന്ന് രാത്രി പോവാതെ നേരെ നമ്മുടെ പോയിരടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ആ ഒരു ദിവസവും. അങ്ങനെ പോയിരടുത്ത് വന്നിട്ട് അവൻ നമ്മുടെ പൂ വർക്ക് ചെയ്യുന്ന അതേ സ്ഥലത്ത് ആ പോയിരോടെ ഇരിപ്പുണ്ടായിരുന്നു. അതേസമയം ഓണറായിട്ടുള്ള അങ്കിൾ പുറത്തേക്ക് പോയതായിരുന്നു. അങ്ങനെ പോവാതെ ഇരിക്കുന്ന ടൈമിന് തെയ്മാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ പോയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലയെന്ന് പറയുന്നുണ്ട്. ഇതേ സമയം നോക്കിയപ്പോൾ നമ്മുടെ തെയ്മിൻ്റെ ഫോണിൽ കുറേ പേര് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം കൊറിയയിലേക്ക് പോവേണ്ട പകരം അവൻ പോവാതെ ഇപ്പോൾ ആരും അറിയാതെ ഇവിടെ വന്നിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു മെസ്സേജ് നമ്മുടെ തെയ്മും പോയും കാണുന്നുണ്ട്. അങ്ങനെ പോയാണെങ്കിൽ എല്ലാവരും നിന്നെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുമായിരിക്കും, നീ ആ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ തെയ്മാണെങ്കിൽ അവൻ്റെ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് അതൊക്കെ മൈൻഡ് ചെയ്യാതെ പോയിരടുത്ത് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവിടെ നൂലെടുത്തിട്ട് പതുക്കെ ആ സൂചിയിൽ കോർക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന ടൈമിന് ഇവൻ പോയിനെ തന്നെ നോക്കുകയാണ്. എന്നിട്ട് പോയിരെടുത്ത് നിനക്ക് നേരത്തെ പോവേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ഓണറങ്കിൾ പുറത്തേക്ക് പോയേക്കല്ലേ, അപ്പോൾ തിരിച്ചു വന്നിട്ട് എന്തായാലും ഞാൻ പോകത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ അപ്പോൾ നീയാണെങ്കിൽ വീട്ടിൽ പോകാൻ ലേറ്റാകുന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടുവിടാമെന്ന് പോയോട് പറയാണ്. ആ സമയം പോയും ഓക്കെ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം വർക്ക് ചെയ്യുന്ന ടൈമിന് തെയ്യമാണെങ്കിൽ പോയിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയം അവൻ പോയോടാണെങ്കിൽ നീ എനിക്ക് നേരത്തെ ആ 2 സാൻഡ്വിച്ചിലൊന്ന് കഴിക്കാൻ തന്നല്ലോ, അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, ഇനി വാങ്ങുവാണെങ്കിൽ എനിക്കും കൂടെ ഒന്ന് കൊണ്ടുവരണേന്ന് പറയുന്നുണ്ട്. പോയി അപ്പോൾ ഞാൻ നോക്കാമെന്ന് പറയാണ്. അങ്ങനെ തിരിച്ച് പ്രസൻറ്റിലേക്ക് വരുമ്പോൾ പോയൊക്കെ ഈ ഒരു കാര്യം ബൈഫേണിനോട് പറയുമായിരുന്നില്ല. അവൻ അവൻ്റെ മനസ്സിൽ കഴിഞ്ഞ ദിവസം നടന്ന സംഭവം ആലോചിക്കുകയാണ്. ഇതേ ടൈമും ബൈഫേണാണെങ്കിൽ നീ വർക്ക് കാരണമാണോ അതോ ഏതെങ്കിലും പയ്യൻ കാരണമാണോ വരാതിരുന്നതെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അവനാണെങ്കിൽ വർക്ക് കാരണമാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കോള് കെട്ടിയാണ്. അങ്ങനെ അവിടെ നിന്നിട്ട് നടന്ന് വണ്ടർ എൻ്റർടൈൻമെൻറ്റിൽ എത്തുന്നുണ്ട്. ഇതേ സമയം കഴിഞ്ഞ ദിവസം തനിക്കും കൂടെ ആ സാൻഡ്വിച്ച് വാങ്ങാമോ ചോദിച്ചതുകൊണ്ട് തന്നെ ഇപ്പോൾ രാവിലെ തന്നെ അവനും കൊണ്ട് വീട്ടിലുള്ള സാൻഡ്വിച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ അവൻ പോകുന്ന ടൈമിന് അവൻ്റെ കയ്യിലും ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തി പോകുന്ന ടൈമിൽ നോക്കിയപ്പോൾ ഡീലാനാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ കയറി പോകുന്ന കാണുവാണ്. അങ്ങനെ ഇവനാണെങ്കിൽ എന്താ സംഭവം എന്നിട്ട് പുറകെ പോയി നോക്കുന്ന ടൈമിന് നമ്മുടെ ഡീലാൻ നട്ട് ഇവരൊക്കെ കൂടെയായിട്ട് നമ്മുടെ തെയ്മിനെ താഴേക്ക് അടിച്ചിടുന്നുണ്ടായിരുന്നു. ആ സമയം അങ്ങോട്ടേക്ക് മിങ്ങും തെയ്യും മിക്കൊക്കെ വന്നിട്ട് ഇവരെയൊക്കെ പിടിച്ച് മാറ്റിയിട്ട് നിങ്ങൾ എന്തിനാ ഇങ്ങനെ അടിയുണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ പിടിച്ച് മാറ്റി വിടുന്നുണ്ടായിരുന്നു. തെയ്മും ഇങ്ങനെ ഈ ഒരു അടി കൊണ്ടിട്ട് താഴെ വീണിച്ചിട്ടായിരുന്നു. ഇതെല്ലാം തന്നെ പോയും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇതേസമയം വഴക്കെല്ലാം മാറ്റിയിട്ടിട്ട് മിക്കാണെങ്കിൽ തെയ്മിനെ നേരെ സിഇഒയുടെ ഓഫീസിൽ വിട്ടിട്ടുണ്ടായിരുന്നു. ഇതേസമയം സിഇഒ ആണെങ്കിൽ നീ ഇന്നലെ കൊറിയയിലേക്ക് പോകാതിരുന്നതുകൊണ്ട് തന്നെ എന്തുമാത്രം നഷ്ടം ഉണ്ടായെന്നറിയാവോ, നിനക്ക് അങ്ങോട്ടേക്കൊന്ന് പൊക്കോടെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ അത് ലാംഗ്വേജ് പഠിക്കാനല്ലേ, അതെനിക്ക് ഇവിടെ നിന്ന് തന്നെ ചെയ്യാമല്ലോ, അതിൻ്റെ കൂടെ തന്നെ കോൺസേർട്ടിൻ്റെ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനില്ലേ, അപ്പം പിന്നെ ഞാൻ ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം സിഇഒ നീ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എന്നാൽ നടക്കാൻ പോകുന്നില്ല തെയ്യം, നിനക്ക് പ്രാക്ടീസ് ചെയ്യാം പക്ഷേ മെമ്പേഴ്സിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല, അവരെ നിനക്ക് മീറ്റ് ചെയ്യാനും പറ്റത്തില്ല, നിനക്ക് എന്താണ് വേണ്ടത്, എന്താണ് ബെസ്റ്റെന്ന് നീ എന്നെ ആലോചിച്ച് നോക്ക്, കൊറിയയിലേക്ക് പോകുന്നതാണോ ഇവിടെ നിൽക്കുന്നതാണോ എന്ന്. ആ ഒരു ടൈമിന് നീ ആവശ്യമില്ലാതെ കമ്പനിയിലേക്ക് വരേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് നേരെ മിക്കിനെ കോൾ ചെയ്തിട്ട് തെയ്മിന് തീരെ വയ്യാന്ന് എല്ലാവരോടും പറഞ്ഞങ്ങ് ചെയ്തേക്ക്, അതിൻ്റെ കൂടെ തന്നെ തെയ്മിനെ വീട്ടിലേക്ക് കൊണ്ടുവിടാനായിട്ട് ആരെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്യാനും പറയുന്നുണ്ട്. അങ്ങനെ തെയ്മിനെ അവിടെ നിന്ന് പറഞ്ഞു വിടാണ്. അങ്ങനെ തെയ്മ് കാർ പാർക്കിൻ്റെ അവിടെ നിൽക്കുന്ന ടൈമിന് അങ്ങോട്ടേക്ക് പോവരാണ്. വന്നിട്ട് ഒരു സാൻഡ്വിച്ച് തെയ്മിന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പോവുകയാണെങ്കിൽ തെയ്മിനോട് മിക്ക് എന്നെയാണ് നിന്നെ വീട്ടിലേക്ക് കൊണ്ടുവിടാൻ ഏൽപ്പിച്ചിരിക്കുന്നത്, മിക്കിന് തിരക്കുണ്ട്, അവന് പിന്നെ ട്രാഫിക്കിൽ കിടക്കാൻ താല്പര്യമില്ല, ഈ സമയം ഭയങ്കര ട്രാഫിക്കായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ വിട്ടത്, വണ്ടി കയറാൻ പറയുന്നുണ്ട്. അങ്ങനെ ഒരു കാറിൽ കയറിയിരിക്കുന്ന ടൈമിന് പോയാണെങ്കിൽ എങ്ങോട്ടേക്കാണ് പോവേണ്ടതെന്ന് ചോദിക്കുകയാണ്. ആ സമയം
ആദ്യമൊന്നും തെയ്യമൊന്നും മിണ്ടുന്നില്ല. ആ സമയം പോകും ഞാൻ കാരണമാണല്ലേ ഇപ്പോൾ ഇത്രയും പ്രശ്നം ഉണ്ടായെന്ന് ചോദിച്ചപ്പോൾ തെയ്യമാണെങ്കിൽ നീ കാരണം ഒരിക്കലല്ല ഞാൻ കാരണം നിനക്കാണ് ഇവിടെ ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാണ്. അങ്ങനെ അതിനുശേഷം അവരവിടുന്ന് വണ്ടി എടുത്ത് പോകുന്നുണ്ട്. ഇതേ സമയം ജുന്നിനെ കാണിക്കുമ്പോൾ ഇവനാണെങ്കിൽ ഇപ്പോൾ സിഇഒയുടെ റൂമിൽ വന്നിരുന്നിട്ട് നമ്മുടെ തെയ്യമാണെങ്കിൽ ഇപ്പോൾ കൊറിയയിലേക്ക് പോകുന്നില്ല എന്നുള്ള തീരുമാനം മാറ്റിയിട്ട് ഇവിടെ തന്നെ നിൽക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ വേറെ ആരെങ്കിലും കാണും, വേറെ ആരെങ്കിലും കൂടെ പറഞ്ഞിട്ടായിരിക്കും ഇവൻ്റെ മനസ്സിപ്പോൾ മാറിയിട്ടുണ്ടായിരിക്കുന്നത്. ആ ആളെ കണ്ടുപിടിക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അത് മറ്റേ നമ്മുടെ പോയാണ്. അപ്പോൾ നമ്മുടെ സിഇഒ ആണെങ്കിൽ നീ ഇപ്പോൾ ഇങ്ങനെ വന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, നിനക്ക് എന്താ വേണ്ടത്, എന്താ നിൻ്റെ ആവശ്യമെന്ന് ചോദിക്കുകയാണ്. ആ സമയം ജുന്ന് മറ്റൊന്നുമില്ല, നമ്മുടെ ഗ്രൂപ്പിൻ്റെ ആ ഒരു കോൺട്രാക്റ്റ് ഉള്ള കാര്യം നിങ്ങൾ മറന്നിട്ട് എന്നെ മറ്റേ കമ്പനിയായിട്ട് കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ സമ്മതിക്കണം, എന്നാലേ എനിക്ക് എൻ്റെ ആക്ടിങ് കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ സമയം സിഇഒ ആണെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ ടീമിൻ്റെ ഈ മനസ്സ് മാറ്റിച്ചത് ആരാണെന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ചൊല്ലുന്നു പക്ഷേ ആ ആളെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അയാളെ ഒതുക്കുകയും ചെയ്യാം. ടീമിൻ്റെ മനസ്സ് മാറ്റിയിട്ട് തിരിച്ചവനെ കൊറിയയിലയക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. ടീമിൻ്റെ മനസ്സ് മാറ്റിച്ച ആളെ ഈ കമ്പനിയിൽ നിന്ന് പുറത്താക്കാനായിട്ട് റെഡിയായിട്ടിരുന്നോളാൻ പറയുവാണ്. അതിനുശേഷം കാണിക്കുന്നത് പോയും തേമും കൂടെ ആയിട്ട് നേരെ ഇവരുടെ ആ ഒരു ഗ്രൂപ്പിൻ്റെ ആ വീട്ടിലേക്ക് വരുന്നതാണ്. അപ്പോൾ വരുമ്പോൾ ഇവർ കുറേ കാര്യം സംസാരിച്ചാണ്ടാണ് വന്നിരുന്നത്. അപ്പോൾ ഇവരുടെ പ്ലാൻ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മാഴ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിനെ എങ്ങനെയെങ്കിലും ഒരുമിച്ച് കൊണ്ടുവരണം, എന്നാൽ മാത്രമേ നമ്മുടെ തേമിന് ഇവിടെ നിൽക്കാനും പറ്റത്തുള്ളൂ. അവൻ്റെ ഗ്രൂപ്പുമായിട്ട് കൊറിയ പോകുന്നതിന് പകരം കണ്ടിന്യൂ ചെയ്ത് ഗ്രൂപ്പ് ഡിസ്ബാൻഡ് ആക്കാൻ നോക്കാനും പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് പിരിഞ്ഞു പോയ മെമ്പേഴ്സിനെ എല്ലാവരും തിരിച്ചു കൊണ്ടുവരണം. ആദ്യം ജുന്നിനെ തന്നെ കൊണ്ടുവരണമെന്നും തെയ്യം പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ ജുന്ന് എങ്ങനെയുള്ളൊരു പയ്യനാണെന്നും നമ്മുടെ പോയിനോട് തെയ്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ചു മുമ്പേ കണ്ടതാണ് ജുന്ന് തെയ്യമിനെ ഹെൽപ്പ് ചെയ്യുന്ന ആരാന്ന് കണ്ടുപിടിച്ച് കൊടുക്കുമെന്ന് പറഞ്ഞത്. അവൻ ഇപ്പോഴേ ഇവർക്കൊരു പണി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവനെക്കുറിച്ചുള്ള ആ ഒരു ക്യാരക്ടർ തന്നെയാണ് നമ്മൾ തെയ്യം പറഞ്ഞു കൊടുക്കുന്നതും. ജുന്ന് ഇത്രക്കാരനാണ്, അവൻ വിചാരിക്കുന്ന പോലെയല്ല, കുറച്ച് സ്കെയറി ആയിട്ടുള്ള ഒരാളാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം പോയതൊക്കെ കേട്ടിട്ട് അപ്പം നമുക്ക് ഫസ്റ്റ് ജുന്നിനെ തന്നെ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരണമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം തെയ്യമാണെങ്കിൽ ജുന്ന് തന്നെ ഫസ്റ്റ് വരണം, എന്നാലേ മറ്റ് മെമ്പേഴ്സിനെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ, അക്കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ലയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം ജുന്നിന് സെപ്പറേറ്റ് ആയിട്ട് മറ്റ് മെമ്പേഴ്സൊന്നും ഇല്ലായിരുന്നു, ആക്ടിങ്ങിൻ്റെതായിരിക്കും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെന്ന് തോന്നുന്നു അവന് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോയാണെങ്കിൽ ഈ 5 പേരുടെയും മാർസ് ഗ്രൂപ്പിൽ 5 മെമ്പേഴ്സിൻ്റെയും ഡയറക്ടറാണ്, അതായത് അവരുടെ എല്ലാ മൂവ്മെൻറ്റ്സും ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഡയറക്ടർ പയ്യനാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെറ്റിലും നമ്മുടെ പോയുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ തെയ്യമും പോയും കൂടെ ഇപ്പോൾ ജുന്നിനെ ഒരുമിച്ച് കൊണ്ടുവരാൻ പ്ലാൻ ചെയ്തതുകൊണ്ട് തന്നെ പോയാണെങ്കിൽ എപ്പോഴും ജുന്നിനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ജുന്ന് ഷൂട്ടിങ്ങിന് എത്തിയത് തന്നെ ഒത്തിരി ലേറ്റായിട്ടാണ്. അങ്ങനെ വന്നിരുന്നുകൊണ്ട് മേക്കപ്പ് ഇടാൻ തുടങ്ങുന്ന ടൈമിന് മിക്കാണെങ്കിൽ നീ എന്തിനാണ് ലേറ്റായെന്നൊക്കെ അവനോട് ചോദിക്കുന്നുണ്ട്. അതേ ടൈമിന് നമ്മുടെ പോയാണെങ്കിൽ അവൻ്റെ ബാഗും ക്യാമറയൊക്കെ കൊണ്ടുവയ്ക്കുന്ന ടൈമിന് ഒരു കവർ സ്നാക്സും കൊണ്ടുവയ്ക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അത് ആരുടെയെങ്കിലും ആണോ, ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് അതും അങ്ങ് എടുത്തുകൊണ്ട് ആ ഒരു സെറ്റിൽ ഷൂട്ടിംഗ് നോക്കുന്ന ഡയറക്ടർ, ആ ഒരു ഡയറക്ടറായിട്ടുള്ള ലേഡിയുടെ അടുത്തിരുന്നിട്ട് ഈ ഒരു സ്നാക്സ് അവർക്ക് കൊടുക്കുകയാണ്. കാരണം ഇവൻ ഇപ്പോൾ തന്നെ ഒത്തിരി ലേറ്റായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അവരെ ഒന്ന് കൺവിൻസ് ചെയ്യാനായിട്ട് ഈ ഒരു സ്നാക്സ് കൊടുത്തിട്ട് നല്ല ടേസ്റ്റ് ഉള്ളതാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് വാങ്ങാനായിട്ട് നിന്നതാണ്, ഒത്തിരി ക്യൂ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വരാൻ ലേറ്റായെന്ന് പറയുന്നുണ്ട്. ആ ഒരു ഇതിൽ അവർ കൺവിൻസ്ഡ് ആവുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ആ ഒരു ഡയറക്ടറും ജുന്നും കൂടെ ആയിരുന്നു സംസാരിക്കുന്നുണ്ട്, ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് വീണ്ടും കഴിഞ്ഞ ദിവസം നമ്മൾ തെയ്യമും പോയും സംസാരിച്ച ആ ഒരു സീൻ കാണിക്കുവാണ്. തെയ്യമിനെ സിഇഒ ആണെങ്കിൽ നീ മെമ്പേഴ്സിനെ കാണണ്ടെന്നും പറഞ്ഞ് വിലക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും അവന് ഇവരെ ആരെയും കമ്പനിയിൽ വെച്ച് കാണാനും പറ്റില്ല, ഇവനാണെങ്കിൽ കമ്പനിയിലോട്ട് കയറാനും പറ്റില്ല. കാരണം ഇവൻ്റെ അടുത്ത് ആവശ്യമില്ലാതെ കമ്പനിയിലേക്ക് വരരുതെന്നും പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജുന്നിനെ മീറ്റ് ചെയ്യണമെങ്കിൽ പുറത്ത് വെച്ച് തന്നെ മീറ്റ് ചെയ്യണം. അതുകൊണ്ട് സംസാരിക്കുന്ന ടൈമിന് തെയ്യമാണെങ്കിൽ പോരെടുത്ത് ജുന്നിനെ മീറ്റ് ചെയ്യാനുള്ള വഴി എൻ്റെ കയ്യിലുണ്ട്, എന്നാൽ ഇപ്പോൾ നീ എൻ്റെ അടുത്തുനിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിരിക്കണം. കാരണം ജുന്നാണെങ്കിൽ ഒരാൾ സംശയിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെ ആയിരിക്കും സംശയിക്കുന്നത്. അങ്ങനെ നിന്നെ സംശയം വന്നു കഴിഞ്ഞാൽ ജുന്നു ഉടനെ തന്നെ ചെന്നിട്ട് സിഇഒനെ എല്ലാം തന്നെ നീയാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് അറിയിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ എല്ലാം പൊളിയുന്നുള്ള രീതിയിൽ നമ്മുടെ പോയിൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കാനായിട്ട് പറയുന്നുണ്ട് തെയ്യം. അതിൻ്റെ കൂടെ തന്നെ പോയിക്ക് അവൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നെ കോൾ ചെയ്യാനും പറയുന്നുണ്ട്. അങ്ങനെ പിന്നെയും പ്രസൻറ്റിലേക്ക് വരുന്ന ടൈമിന് ഇപ്പോൾ ജുന്നാണെങ്കിൽ അവനൊരു ഫൈറ്റ് സീൻ ആക്ട് ചെയ്യുകയാണ്. അങ്ങനെ ആ ഒരു ആക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവൻ്റെ കൂടെ ഫൈറ്റ് ചെയ്ത ആ ഒരു ആക്ടറിൻ്റെ അടുത്ത് ഡയറക്ടർ വന്നിട്ട് അടിപൊളിയായിട്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ജുന്നിനൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഫസ്റ്റ് ആ ഡയറക്ടർ അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു വന്നപ്പോൾ നമ്മുടെ ജുന്ന് അവനോടാണ് പറയുന്നതാണ് വിചാരിച്ചത്. എന്നാൽ നേരെ പോയത് മറ്റേ ആക്ടറിൻ്റെ അടുത്തായിരുന്നു. അങ്ങനെ ജുന്നാണെങ്കിൽ ചെറുതായിട്ട് ചമ്മുന്നത് നമ്മുടെ കണ്ടുകൊണ്ട് നിന്നിട്ട് അവിടെ പുറകെ നിന്ന് ചിരിക്കുകയാണ്. ഉടനെ ഇത് ശ്രദ്ധിച്ചിട്ട് ജുൻ നമ്മുടെ പോയിനെ നോക്കിയിട്ട്
നോക്കിയിട്ട് നീയാണെങ്കിൽ അത് റെക്കോർഡ് ചെയ്തെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ജുന്നുണ്ണെ പിന്നെ നീ എന്ത് ഡയറക്ടറാ, ഞങ്ങളുടെ മൊമെൻറ്റ്സ് എല്ലാം നീയല്ലേ ഷൂട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ പോയാണെങ്കിൽ അപ്പം നിനക്ക് എന്താ വേണ്ടേ, ഞാനത് ഷൂട്ട് ചെയ്യണോ വേണ്ടേന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ ക്യാമറ താ, നീ എന്തൊക്കെയാണ് ഷൂട്ട് ചെയ്തതെന്ന് എനിക്ക് കാണണമെന്ന് പറയാണ്. അങ്ങനെ പോവുകയാണെങ്കിൽ ക്യാമറ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ക്യാമറ നമ്മുടെ ജുന്നു നോക്കുന്ന ടൈമിന് ജുന്നാണെങ്കിൽ പോരെടുത്ത് എനിക്ക് ആക്ച്വലി എൻ്റെ മൊമെൻറ്റ്സിനെക്കാളും നീയാണെങ്കിൽ തെയ്മിൻ്റെ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് എനിക്ക് കാണേണ്ടത്. കാരണം നീ അറിഞ്ഞാണോ തെയ്യം ഇവിടെ ഇപ്പോൾ കൊറിയയിൽ പോവാതെ ഇവിടെ നിൽക്കാൻ തീരുമാനിച്ചതെന്ന് എനിക്കറിയണം, എനിക്കിതിനെ ഡൗട്ടുണ്ടെന്ന് നമ്മുടെ ജുൻ പറയുന്നുണ്ട്. ഉടനെ തന്നെ പോവുകയാണെങ്കിൽ ക്യാമറ ജുന്നിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുകയാണ്. അപ്പം തന്നെ ജുന്ന് ഇതിൽ തന്നെ മനസ്സിലാവുന്നുണ്ട് നീ എന്തോ കള്ളത്തരം കാണിക്കുന്നുണ്ടെന്ന്. അപ്പോൾ പോവുകയാണെങ്കിൽ കള്ളത്തരം കാണിച്ചതൊന്നുമല്ല, നീ ഇങ്ങനെ നടന്ന് തപ്പി തപ്പി നിൽക്കുന്നതിനാ, ആ വീഡിയോ ഞാൻ തന്നെ നിനക്ക് എടുത്തു തരാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ പോവുകയാണെങ്കിൽ പേടിയുണ്ട്. കാരണം അവരാണെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ തെയ്യം സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്നാൽ ആ സത്യം തുറന്നു പറഞ്ഞത് ആരെയും ഇപ്പോൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ തെയ്യമിൻ്റെയും പോയിയുടെയും കാര്യത്തിൽ തീരുമാനവും. പകരം എല്ലാ മെമ്പേഴ്സും ഒരുമിച്ച് വന്നു കഴിഞ്ഞിട്ടാണ് എല്ലാ സത്യങ്ങളൊക്കെ പുറത്ത് വരുന്നതെങ്കിൽ അവനാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം മെമ്പേഴ്സ് കൂടെയുണ്ട്. പിന്നെ കാണും. ഇപ്പം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പോയാണ് ഹെൽപ്പ് ചെയ്യുന്നത് മനസ്സിലായിട്ട് പോയിനെ പറഞ്ഞുകൂടെ എളുപ്പമായിരിക്കും. തെയ്യമിനെ എന്ത് കാരണവശാലും അവരെന്തെങ്കിലും ചെയ്തിട്ട് കൊറിയയിലേക്ക് അയക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പോയ്ക്ക് അവനായിട്ട് ആ ക്ലിപ്പ് കണ്ടുപിടിക്കുമെന്നും ഭയങ്കര ഡൗട്ടുണ്ട്. അങ്ങനെ ആ ഒരു ടൈമിനാണ് അങ്ങോട്ടേക്ക് നമ്മുടെ തെയ്യം വരുന്നത്. തെയ്യം ഇപ്പോൾ നമ്മുടെ ജുന്നിനെ കാണാനൊരു പുതിയ വഴിയായിട്ട് വന്നേക്കുകയാണ്. അതായത് ഒരു ഫുഡ് ട്രക്കും കൊണ്ടിട്ട് ഫാൻസിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മുടെ മിക്ക് കാണുവാണ്. അതിന് മിക്കാണെങ്കിൽ ഈ ക്യാമറ നോക്കിക്കൊണ്ടിരിക്കുന്ന ജുന്നിൻ്റെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് ജുൻ ഒരു പ്രശ്നമുണ്ട്, തെയ്യമാണെങ്കിൽ വീട്ടിലിരുന്നില്ല, അവൻ ദാ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെന്ന് പറയാണ്. ജുന്നപ്പോൾ ക്യാമറയും പിടിച്ച് ഇങ്ങനെ നോക്കാൻ നിൽക്കായിരുന്നു. അങ്ങനെ ഇത് പറയുന്ന കേട്ടിട്ട് ജുന്നാണെങ്കിൽ മിക്കിനെ നോക്കിയിട്ട് അതൊക്കെ എന്തിനാ എന്നോട് വന്ന് പറയുന്നത്, അത് നിങ്ങളുടെ ഡ്യൂട്ടി അല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ തെയ്യമിൻ്റെ ക്ലിപ്പ് കാണാനായിട്ട് ആ ഒരു ക്യാമറ നോക്കുകയാണ്. ഇതേ സമയം തൊട്ടടുത്ത് നിന്ന് പോയും മിക്കിനോട് അത് തന്നെ ജുന്നിനെ ഇപ്പോൾ ശല്യം ചെയ്യല്ലേ, ജുന്നിന് തെയ്യമിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാണ്. ആ സമയം ഇതായിട്ട് ജുന്ന് ആർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂല എന്ന്. അപ്പോൾ പോയാണെങ്കിൽ നിനക്ക് തന്നെ വേറെ ആർക്ക്, നിനക്ക് അവനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നീ എപ്പോഴും അത് ചെയ്തേനെ എന്ന് പറയാണ്. ഇതൊക്കെ നമ്മുടെ ജുന്നിനെ ചെറുതായിട്ടൊന്ന് തീപ്പൊരിയിട്ട് ദേഷ്യപ്പിടിപ്പിച്ച് വിടാനായിട്ടാണ് ചെയ്യുന്നത്. കാരണം ഇത് പറഞ്ഞാലേ നമ്മുടെ ജുന്ന് തെയ്യമിൻ്റെ അടുത്തേക്ക് പോകത്തുള്ളൂ. അങ്ങനെ നമ്മുടെ തെയ്യമിന് ജുന്നിനോട് സംസാരിക്കാനും പറ്റത്തുള്ളൂ. അങ്ങനെ ഇത് കേട്ടോണ്ടേ തന്നെ ക്യാമറ തിരിച്ച് പോയിടായി കൊടുത്തിട്ട് ജുന്നാണെങ്കിൽ തെയ്യമിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നാൽ തെയ്യമിൻ്റെ അടുത്ത് നിന്നിട്ട് ദേഷ്യമൊന്നുമില്ല, ഭയങ്കര സ്നേഹത്തിലാണെന്നുള്ള രീതിയിൽ രണ്ടും കൂടെ അടയും ചക്കരയും പോലെ ഒന്ന് സംസാരിക്കുന്നുണ്ട്. കാരണം അവിടെ ഒത്തിരി ക്യാമറ വെച്ച ആൾക്കാരും ഫാൻസും റിപ്പോർട്ടേഴ്സും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ തെയ്യമിനെ കമ്പനിയിൽ വരണ്ടാന്നും പറഞ്ഞ് CEO പറഞ്ഞു വിടുന്ന ടൈമിന് തെയ്യമിന് തീരെ വയ്യ, അവൻ വീട്ടിൽ റെസ്റ്റിലാണെന്നും പറഞ്ഞിട്ടൊക്കെയായിരുന്നു പുറത്ത് സോഷ്യൽ മീഡിയയിൽ ഫാൻസിനെയൊക്കെ അറിയിച്ചത്. എന്നാൽ മാത്രമേ തെയ്യം എവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ ഒരു മറുപടി കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ തെയ്യം ഇവിടെ വന്നിരിക്കുമ്പോൾ ഫാൻസൊക്കെ ആണെങ്കിൽ തെയ്യമിന് ഒട്ടും വയ്യാതിരുന്നിട്ടും ജുന്നിനെ സപ്പോർട്ട് ചെയ്യാൻ വന്നല്ലോ, ഇതാണ് ശരിക്കുള്ള ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളെ തെയ്യമായാലും ജുന്നായാലും അത് തന്നെ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്, നമ്മൾ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി കിടന്നങ്ങ് സ്നേഹിച്ച് കാണിക്കുന്നൊക്കെ ഉണ്ട്. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ജുന്നാണെങ്കിൽ നേരെ പോയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ആ സമയം എന്തോ ആലോചിച്ചിരിക്കുമായിരുന്നു. ആ സമയം ജുന്ന് നീ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോവാണോ, എന്താ പിന്നെ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ ആലോചിക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജുന്നുവിൻ്റെ അടുത്തിരുന്നിട്ട് പിന്നെയും വിടുന്നില്ല ക്യാമറ വാങ്ങിച്ചിട്ട് എനിക്ക് തെയ്യമിൻ്റെ ആ ഒരു വീഡിയോ ഇൻ്റർവ്യൂ കാണണം, എനിക്കിപ്പോഴും തന്നെ ഡൗട്ടുണ്ടെന്ന് പറയാണ്. ആ സമയമാണ് കഴിഞ്ഞ ദിവസം വീണ്ടും നമ്മുടെ തെയ്യം പോയി സംസാരിച്ച് കാണിക്കുന്നത്. തെയ്യം അപ്പോഴേ പോയിൻ്റെ അടുത്ത് ജുന്നിനെ പോലൊരു പയ്യനാണെങ്കിൽ ഉറപ്പായിട്ടും ക്യാമറ വാങ്ങിച്ചിട്ട് എൻ്റെ ആ ഒരു ഇൻ്റർവ്യൂ കാണാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ സത്യങ്ങളെല്ലാം തുറന്ന് പറയുന്നത്, എല്ലാം എൻ്റെ മനസ്സിലുള്ളതെല്ലാം പറയുന്ന ആ ഒരു ഭാഗം നീ മറ്റൊരു ക്യാമറയിലോട്ട് മാറ്റാൻ പറയുന്നുണ്ട്. ആ സമയം പോയാണെങ്കിൽ അപ്പോൾ നമുക്ക് ആ ഒരു സ്ക്രിപ്റ്റിൽ തന്നിരുന്ന ആ ഡയലോഗൊക്കെ പഠിച്ച് വേറൊരു വീഡിയോ പറഞ്ഞ് ഇതിനകത്ത് റെഡിയാക്കി വയ്ക്കണമെന്ന് ചോദിച്ചപ്പോൾ അവരിപ്പോൾ ഗ്രൂപ്പിൻ്റെ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ അവിടെ വെച്ച് റെക്കോർഡ് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ജുന്നിന് മനസ്സിലാവും. അതുകൊണ്ട് തെയ്യമാണെങ്കിൽ അത് വേണ്ട, പിടിക്കപ്പെടാൻ ചാൻസ് ഉണ്ട്, പകരം ഞാൻ സ്റ്റാർട്ടിങ്ങിലൊക്കെ പറഞ്ഞത് സ്ക്രിപ്റ്റിലുള്ള സെയിം ഡയലോഗല്ലേ, അത് മാത്രം ഇട്ടുതരാം, ബാക്കി ഭാഗം കട്ട് ചെയ്ത് അടുത്ത ക്യാമറയിലോട്ട് മാറ്റിയേക്കും. പിന്നെ ഞാൻ ഫസ്റ്റ് പറയുമ്പോൾ തന്നെ ഓരോ മെമ്പേഴ്സിനെ പറ്റി പറയുന്ന കൂട്ടത്തിൽ ജുന്നിനെയും പറ്റി പറയുന്നുണ്ടല്ലോ, അവൻ ചെക്ക് ചെയ്യുന്ന ടൈമിന് ഞാൻ അവനെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങുന്ന കാണുമ്പോഴേ അവൻ നിർത്തിയിട്ട് ക്യാമറ ഇങ്ങനെ തിരിച്ചു തരും, അതെനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് നീ അങ്ങനെ ചെയ്തേക്കാൻ പറയാണ്. അങ്ങനെ പ്രസൻറ്റിലേക്ക് വരുമ്പോൾ ജുന്നിപ്പോൾ അത് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇതേ സമയം പോയാണെങ്കിൽ നീ എന്തിനാ എന്നെ സംശയിക്കുന്നത്, ഞാനിവിടെ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കാൻ വന്നതല്ലേ എന്ന് പറഞ്ഞപ്പോൾ ആ സമയം ജുന്ന് പക്ഷേ ഇവിടെ സംശയിക്കാൻ കണക്കിന് നീ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അതേസമയം അല്ല
നീ എന്തിനാ തേമിനെ വെറുക്കുന്നത്? അതോ നിനക്ക് മാസ് ഗ്രൂപ്പ് ഇഷ്ടമല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ചുറ്റിന് നീ ഇവിടെ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാനല്ലേ വന്നത്, അത് തുടങ്ങാൻ നോക്ക്, നമുക്ക് സ്ക്രിപ്റ്റ് വല്ലതും ഉണ്ടോ, ഉണ്ടെങ്കിൽ തരാനായിട്ട് പറയാണ്. അങ്ങനെ ജുന്നാണെങ്കിൽ അവൻ്റെ സ്ക്രിപ്റ്റ് കൊടുത്തത് ഇങ്ങനെ പഠിക്കുന്നുണ്ട്. അങ്ങനെ പഠിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയാണ്. അത് തുടങ്ങാൻ പോകുന്നതിന് മുമ്പ് തന്നെ ജുന്ന്, അല്ല ആ ഒരു സ്ക്രിപ്റ്റിൽ ഗെയിം സെൻറ്ററിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ലേ, അത് ഞാൻ പറഞ്ഞാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം പോവുകയാണെങ്കിൽ കുഴപ്പമില്ല, CEO ആ സ്ക്രിപ്റ്റ് ഓൾറെഡി വായിച്ചിട്ട് അപ്രൂവ് ചെയ്തതല്ലേ, അപ്പോൾ നിനക്ക് അതൊക്കെ പറയാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ക്യാമറ സ്റ്റാർട്ട് ചെയ്തതും പോയാണെങ്കിൽ തെയ്മിനോട് എന്തെങ്കിലും സംസാരിക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ജുന്നാണെങ്കിൽ തെയ്യം നീ ഒത്തിരി ഉയരങ്ങളിലേക്ക് എത്തി, പക്ഷെ അതെന്നെ ഒരിക്കലും അതിശയിപ്പിച്ചൊരു കാര്യമല്ല. കാരണം എനിക്കറിയാം നീ എന്തുമാത്രം ടാലൻ്റ് ആയിട്ടുള്ളൊരു പയ്യനാണെന്ന്. അതുകൊണ്ട് തന്നെ പല പ്രാവശ്യം എനിക്കെന്നോട് ജലസ് തോന്നിയിട്ടുണ്ട്. നമ്മൾ ട്രെയിനീസായിട്ട് കയറിയതും നീയും ഞാനും പെപ്പറും ആദ്യം ഒരുമിച്ച് കയറിയ സംഭവങ്ങളും എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. വരുമ്പോൾ തന്നെ നീ ഡെയിലി പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോകുമായിരുന്നു. പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിൽ നീ നിൻ്റെ 100% കൊടുക്കുകയും ചെയ്യുമായിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും നിന്നെയും കടത്തി അടുത്ത റൗണ്ടിലേക്ക് കടക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ പറ്റിച്ച് ഒരിക്കൽ പുറത്ത് കറങ്ങാൻ കൊണ്ടുപോയി. അങ്ങനെ കറങ്ങാൻ കൊണ്ടുപോയപ്പോൾ ഞാൻ വിചാരിച്ചു നിൻ്റെ ആ ഒരു കോൺസെൻട്രേഷൻ തെറ്റിയിട്ട് എനിക്ക് ജയിക്കാൻ പറ്റും, നിനക്ക് മാത്രം CEOയുടെ കയ്യിൽ നിന്ന് വഴക്ക് കിട്ടുമെന്ന്. എന്നാൽ നമുക്ക് രണ്ടുപേർക്കും വഴക്ക് കിട്ടിയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതും പറഞ്ഞിട്ട് ആ ഒരു സീൻ കാണിക്കുവാണ്. അപ്പോൾ ആ ഒരു സീൻ കാണിക്കുമ്പോൾ CEO ഇപ്പോൾ നമ്മുടെ തെയ്യം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നൊരു പയ്യനായതുകൊണ്ട് തന്നെ തെയ്യം ഒരിക്കലും സ്വന്തം ഇഷ്ടത്തിന് പുറത്ത് പോകത്തില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ജുന്നിനോട് നീയല്ലേ അവനെ വിളിച്ചുകൊണ്ട് പോവുകയും ചോദിക്കുന്നുണ്ട്. ആ സമയം തെയ്യം ജുന്നിനെ രക്ഷിക്കാനായിട്ട് ഞാനാണ് കൊണ്ടുപോയത് അവനെ, എനിക്ക് ഇത് ബോറടിച്ചു ചെറുതായിട്ട് ഇവിടെ തന്നെ ഷെഡ്യൂളിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നിന്നിട്ട്, അതുകൊണ്ട് ഞാനാണ് അവനെ കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജുന്നിന് പകരം വഴക്കേറ്റ് വാങ്ങുവാണ്. അങ്ങനെ പ്രസൻറ്റിലേക്ക് വരുമ്പോൾ ജുന്നി ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷം വീണ്ടും തെയ്യം അന്ന് മുതൽ നമ്മൾ രണ്ടുപേരും ഫ്രണ്ട്സ് ആയതാണ്. ഞാനായിരുന്നു ആ ഗ്രൂപ്പിൽ നിൻ്റെ ഫസ്റ്റ് ഫ്രണ്ട്, അതുപോലെ തന്നെ നീയായിരുന്നു എൻ്റെ ഫസ്റ്റ് ഫ്രണ്ട്. നമ്മൾ ഇത്രയും ക്ലോസ് ആവുമെന്നും ഇത്രയൊന്നും എത്തുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്നാൽ ഇനി നമ്മൾ ഒരുമിച്ചുണ്ടാകത്തില്ല. പക്ഷേ എനിക്ക് എന്നോട് പറയാനുള്ളത്, എവിടെയാണെങ്കിലും ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാവും. ഇതൊന്നും ജുന്ന് അവൻ ഇഷ്ടപ്പെട്ടിട്ട് പറയുന്ന സംഭവമല്ല, കംപ്ലീറ്റ് സ്ക്രിപ്റ്റിലുള്ള അതേപോലെ പറയാണ്. അങ്ങനെ ആ ഒരു ഇതും പറഞ്ഞ് ഷൂട്ട് തീരുന്നുണ്ട്. അപ്പം തന്നെ അവൻ എഴുന്നേറ്റിട്ട് ക്യാമറ വാങ്ങിച്ചിട്ട് നോക്കട്ടെ ഞാൻ സുന്ദരനാണെന്ന് എനിക്ക് അറിയണമെന്ന് പറഞ്ഞിട്ട് ക്യാമറ വാങ്ങിച്ച് അവൻ്റെ വീഡിയോ നോക്കുന്നുണ്ട്. അതിനുശേഷം പോയിനെടുത്ത് നീ ഒന്ന് വെയിറ്റ് ചെയ്യ്, എനിക്ക് വേറെ സീൻ കൂടെ ഷൂട്ടിങ് ചെയ്യാനുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരാം. മിക്കാണെങ്കിൽ സ്റ്റാഫിൻ്റെ കൂടെ വണ്ടിയിൽ പോയി, അതുകൊണ്ട് എൻ്റെ കൂടെ വരാൻ ആരുമില്ല, നീ എന്നെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുവരണം. ഇവിടെ അതുകൊണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറഞ്ഞിട്ട് അവൻ നടന്നു പോകുന്നുണ്ട്. പോകുന്ന ടൈമിന് അവൻ മിക്കിന് മെസ്സേജ് അയച്ചിട്ട് തെയ്മിനെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. ഒരു പക്ഷേ അവൻ എന്തെങ്കിലും റീസൺ കൊണ്ട് പോവാണെന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് കുറച്ച് സമയം കഴിയുമ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വരുന്നതാണ്. അവരങ്ങനെ പോകാൻ തുടങ്ങുന്ന ടൈമിന് പോയാണെങ്കിൽ വണ്ടിയിൽ കീ തരാൻ പറഞ്ഞപ്പോൾ അവൻ വേണ്ട ഞാൻ തന്നെ ഡ്രൈവ് ചെയ്തോളാം, എനിക്ക് ജസ്റ്റ് രാത്രി അങ്ങ് ഓട്ടിച്ചെത്തുന്ന ടൈമിന് ഉറക്കം വരാതിരിക്കാൻ സംസാരിച്ചിരിക്കാൻ കൂട്ടൊരാൾ വേണം, അതുകൊണ്ടാണ് ഞാൻ എന്നോട് വെയിറ്റ് ചെയ്യാൻ പറയുന്നത്. വണ്ടി കയറാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ വണ്ടി കയറിയിരുന്നതും നേരെ ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ കമ്പനിയിലോട്ടാണ് പോകുന്നതെന്ന് പറയാണ്. ആ സമയം കമ്പനിയിൽ ഇനി എന്തെങ്കിലും വർക്ക് ബാക്കിയുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവനാണെങ്കിൽ ഉണ്ട്, നിന്നെ ഞാൻ CEOയുടെ അടുത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറയാണ്. അപ്പം തന്നെ പോക്കി മനസ്സിലായി താനാണ് തെയ്മിനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ഇവന് മനസ്സിലായി. ഇവനാണെങ്കിൽ അവനെ കൊടുക്കാനായിട്ട് പോവാണെന്ന്. ആ സമയം തന്നെ ഭയങ്കരമായിട്ട് ടെൻഷനാവുന്നുണ്ട്. ഇതേ ടൈമിന് ഡ്രൈവ് ചെയ്യുന്നതിനിടയ്ക്ക് നമ്മുടെ ജുന്നാണെങ്കിൽ തെയ്മിനെ കോൾ ചെയ്യാണ്. ഇതേ ടൈമിന് തെയ്മാണെങ്കിൽ അവനാണെങ്കിൽ അവിടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ രാവിലെ അവൻ ജുന്നിൻ്റെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആ സെറ്റിൽ ചെന്നപ്പോൾ അവർ രണ്ടും ഒരുമിച്ചുണ്ടെന്ന ഇൻട്രാക്ഷൻ അല്ല ഫാൻസ് ഇങ്ങനെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തേ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ആ ഒരു ടൈമിലാണ് ജുന്നിനെ കോൾ ചെയ്തിട്ട് എനിക്കെല്ലാ സത്യങ്ങളും മനസ്സിലായി, പോയാണ് നിന്നെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന്. ഞാനാണെങ്കിൽ അവൻ്റെ ക്യാമറ ചെക്ക് ചെയ്തപ്പം ശ്രദ്ധിച്ചതാണ്. എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് ഏകദേശം നമ്മളും 5 മെമ്പേഴ്സിൻ്റെയും ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ ആ ഇൻ്റർവ്യൂയുടെ ടൈം ഡ്യൂറേഷൻ ഏകദേശം സെയിം വരേണ്ടതാണ്. എൻ്റെതെല്ലാം 2.5 മിനിറ്റൊക്കെ ഉണ്ടായിരുന്നു, എന്നാൽ നിൻ്റെത് വെറും 1 മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ 2 ഫയലും മിസ്സിംഗ് ആയിരുന്നു. അപ്പോഴേ എനിക്ക് ഉറപ്പായി നീ ഇൻ്റർവ്യൂ മൊത്തം എടുത്തിട്ടുണ്ട്, എന്നാൽ പകുതി ഭാഗം വെച്ച് കട്ട് ചെയ്ത് വേറെ എങ്ങോട്ടോ മാറ്റിയിട്ടുണ്ട്. അപ്പോഴേ എനിക്ക് മനസ്സിലായതാ പോയാണ് നിന്നെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന്. എന്തായാലും ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ സെറ്റാക്കിക്കോളാമെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് നമ്മുടെ തെയ്യം ടെൻഷനായിട്ട് നീ കമ്പനിയിലോട്ട് പോകരുത്, നമുക്ക് സംസാരിക്കാൻ, ഞാൻ അങ്ങോട്ടേക്ക് വരാം, ഇത് ഏതാ സ്ഥലമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ചുറ്റും എനിക്കും എക്സാക്റ്റ് സ്ഥലം അറിയത്തില്ല, നീ പിന്നെ കഷ്ടപ്പെട്ട് വരാൻ നിൽക്കേണ്ടവരും കോൾ കെട്ടിയാണ്. ഇതേ സമയം തെയ്യമാണെങ്കിൽ പോയിനെ വിളിക്കാൻ എഴുതിയിട്ട് അവൻ്റെ നമ്പർ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അവൻ ആലോചിക്കുകയാണ് തൻ്റെ നമ്പർ പോയ്ക്ക് മാത്രമേ കൊടുത്തോളൂ, പോയുടെ നമ്പർ താൻ വാങ്ങിച്ചു വെച്ചില്ല എന്ന്. അങ്ങനെ തെയ്യം മൊത്തത്തിൽ ടെൻഷനാവുന്നുണ്ട്. ഇതേ സമയം പോയിനെ കാണിക്കുമ്പോൾ അവനാണെങ്കിൽ ജുന്നോട് നീ ഒന്ന് നിർത്ത്, നമുക്ക് സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജുന്നാണെങ്കിൽ വണ്ടി ഒരിടത്ത് ഒതുക്കിയിട്ട് ഇവർ രണ്ടുപേരും വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങുവാണ്. ആ സമയം അവിടെ പോയാണെങ്കിൽ നീ എന്തിനാ അവനെ ഇങ്ങനെ കൊറിയയിലേക്ക് പറയുകയാണ് നിർബന്ധിപ്പിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ അത് പിന്നെ തെയ്യം കൊറിയയിലേക്ക് പോയേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ എല്ലാം കോളാവുമെന്ന് പറയുന്നുണ്ട്. ആ
സമയം പോകും നിനക്കാണെങ്കിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പിനെ തന്നെ ഡിസ്ബാൻഡ് ആക്കാൻ നോക്കുകയാണെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ, തെയ്യം നിന്നോട് എന്തുമാത്രം കാര്യങ്ങളാണ് പറഞ്ഞത്, ശരിക്കും നീ വിചാരിക്കുന്ന പോലെ എന്നുള്ള സംഭവങ്ങളെന്ന് പറഞ്ഞിട്ട് ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. നമ്മുടെ തെയ്യമിൻ്റെ ആ ഒരു സോളോ അൺഎക്സ്പെക്റ്റഡായിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ മറ്റാർക്കും ഡൗട്ട് തോന്നിയില്ല, എന്നാൽ ജുന്നിന് ഡൗട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ചെക്ക് ചെയ്യുന്ന ടൈമിന് നമ്മുടെ തെയ്യമാണെങ്കിൽ അവരുടെ ഗ്രൂപ്പിന് വേണ്ടിയിട്ടൊന്ന് സൈൻ ചെയ്ത് കൊടുത്തൊരു കോൺട്രാക്റ്റ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ തെയ്യം CEO അടുത്ത് സംസാരിക്കുന്ന ടൈമിന് CEO അവരുടെ ഗ്രൂപ്പിലെ പാട്ടിറങ്ങിയിട്ടും അത് ഹിറ്റാവാത്തതുകൊണ്ട് ഒത്തിരി നഷ്ടം വന്നതുകൊണ്ട് നമ്മുടെ തെയ്യമിൻ്റെ അടുത്ത് സോളോ ഇറക്കണമെന്ന് പറഞ്ഞിട്ടൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യിപ്പിച്ചു. അത് വെറും ഒരു സാധാ കോൺട്രാക്റ്റ് അല്ല, അതെന്ന് പറയുമ്പോൾ തെയ്യമിനെ ഉപയോഗിച്ച് തെയ്യം ഇപ്പം സോളോ ആയിട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ തെയ്യമിൻ്റെ വർക്കിലൂടെ വരുന്ന ക്യാഷെല്ലാം ഇവരുടെ ഗ്രൂപ്പിനെ നിലനിർത്താനൊക്കെ വേണ്ടിയിട്ടും പിന്നെ CEOയ്ക്ക് നഷ്ടപ്പെട്ട ക്യാഷായിട്ട് എടുക്കാൻ കണക്കിനൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇവനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചത്. അപ്പോൾ അങ്ങനെയാണ് അവൻ്റെ സോളോ ഇറങ്ങിയത്. അതിൽ നിന്നുള്ള പൈസ ഇവരെടുത്തു. അതുപോലെ തന്നെ ഇവന് കൊറിയയിലേക്ക് അയച്ചു കഴിഞ്ഞാൽ ആ കമ്പനിയിൽ നിന്ന് ഇവർക്ക് പിന്നെയും പൈസ വരും. അപ്പോൾ അതൊക്കെ ഇവർക്ക് ഉപയോഗിക്കാം. ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ തെയ്യം സൈൻ ചെയ്ത് കൊടുത്തത് എന്ന് പോയിൻ്റ് എടുത്ത് പറഞ്ഞപ്പോൾ അവൻ മൊത്തം കഥയും പറഞ്ഞില്ല. അങ്ങനെ ഇപ്പോൾ ജുന്ന് ഈ ഒരു കോൺട്രാക്റ്റ് കണ്ടിട്ട് സത്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. അതേ ടൈമിൽ തെയ്യം അങ്ങോട്ടേക്ക് വരാണ്. അങ്ങനെ ജുന്ന്, നീ എന്തിനാ ഇങ്ങനെ സൈൻ ചെയ്യാൻ പോയത്, ഗ്രൂപ്പ് നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ, നീ എന്തിനാ നിന്നെ തന്നെ അതിന് സ്വയം അതിന് ഇട്ട് കൊടുക്കാൻ പോയെന്ന് ചോദിക്കുകയാണ്. ആ സമയം തെയ്യം, നമ്മുടെ ഗ്രൂപ്പ് എനിക്ക് നിലനിർത്താൻ ആഗ്രഹമുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോഴേ നമ്മുടെ ജുന്നും തെയ്യവും തമ്മിൽ ക്ലാഷ് ആയതായിരുന്നു. കാരണം അവർക്ക് വേണ്ടിയിട്ട് തെയ്യം ഇത്ര സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യമില്ല. ആ ഒരു റീസൺ കൊണ്ട് ജുന്നിന് ദേഷ്യം വന്നു. അങ്ങനെ ഇപ്പോൾ പ്രസൻറ്റിലേക്ക് വരുമ്പോൾ ജുന്ന് ഈ കാര്യങ്ങളെല്ലാം തന്നെ അവിടെ പോയിടത്ത് പറഞ്ഞിട്ട് അവൻ ഇത്തിരിയെങ്കിലും സെൽഫിഷ് ആവാൻ പഠിച്ചൂടെ, അവനൊരാവശ്യമില്ലാതെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്യാൻ നിൽക്കുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവൻ എന്തിനാ ഇങ്ങനെ സാക്രിഫൈസ് ചെയ്യാൻ നിൽക്കുന്നത്, മനുഷ്യരായി ഇത്തിരിയെങ്കിലും ഒന്ന് സെൽഫിഷ് ആവണം. അവൻ ഇങ്ങനെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവത്തില്ല, അവൻ അവൻ്റെ ലൈഫിൽ നശിപ്പിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുന്നത് നമ്മുടെ പോയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. ജുന്നാണെങ്കിൽ ഇതൊന്നും അവൻ്റെ ആ ഒരു മോശം ക്യാരക്ടർ കൊണ്ടൊന്നും ചെയ്തതല്ല, എല്ലാം തെയ്യമിന് വേണ്ടിയിട്ടാണ് അവൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ പോയത് കേട്ടിട്ട് ചിരിക്കുന്നുണ്ട്. ഇത് ശ്രദ്ധിച്ച് നമ്മുടെ ജുന്നാണെങ്കിൽ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത്, നിൻ്റെ ജോലി പോകുന്ന കാര്യമോർത്ത് വട്ടായതാണെന്ന് ചോദിക്കുന്ന സമയത്ത് പോയാണെങ്കിൽ അതുകൊണ്ടൊന്നുമല്ല, നീ തെയ്യമിനെ ഇത്രയും കെയർ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയാണ്. ആ സമയം ചൊല്ലി, ഞാൻ കെയർ ചെയ്യുന്നൊന്നുമില്ല, അവനൊന്ന് കൊറിയയിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആകുമല്ലോ, ഗ്രൂപ്പ് തീരും, അതോടെ പിന്നെ അവനാണെങ്കിൽ ഒരു ബാധ്യത ഏറ്റെടുക്കേണ്ട അവസ്ഥ വരത്തില്ലല്ലോ. അതുകൊണ്ട് നീ ഇനി ഈ പ്രശ്നത്തിൽ ഇടപെടാൻ നിൽക്കാതെ എന്തെങ്കിലും പറഞ്ഞ് അവനെ തിരിച്ച് കൊറിയയിലേക്ക് പറഞ്ഞയക്കാൻ പറയുന്നുണ്ട്. ആ സമയം പോയാണെങ്കിൽ അവനെന്തിനാണ് കൊറിയയിലേക്ക് പോകുന്നത്, ആക്ച്വലി അവനാണെങ്കിൽ ഒട്ടും സെൽഫിഷ് ആവുന്നില്ലെന്നല്ലേ നീ പറഞ്ഞത്, എന്നാൽ അവനോട് സെൽഫിഷ് ആയിക്കൊണ്ടല്ലേ ഇരിക്കണം. കാരണം നിങ്ങളുടെ ഗ്രൂപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ആയി പോയാലല്ലേ അവന് ഇവിടെ ഐഡോളായിട്ട് നിന്നിട്ട് ഫേമസ് ആവാൻ പറ്റത്തുള്ളൂ. അവനാണെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, അവന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. പോയി ഇങ്ങനൊരു അടവിറക്കുന്നതാണ്, കാരണം സെൽഫിഷ് ആണെന്ന് കാണിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ജുന്നും ശരിയാണല്ലോ എന്നുള്ള രീതിയിൽ വിശ്വസിക്കുന്നുണ്ട്. അതേ ടൈമിന് നമ്മുടെ മിക്ക് ജുന്നിനെ കോൾ ചെയ്തിട്ട്, നീ പറഞ്ഞില്ലേ ആളെ കിട്ടിയെന്ന്, ആരാ ആൾ, അത് പോയല്ലേന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ജുന്ന്, അത് അവനല്ലാന്ന് പറഞ്ഞ് കോൾ കെട്ടിയാണ്. കാരണം ജുന്നിന് ഇപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലായി. ജുന്ന് അങ്ങനെ സക്സസ്ഫുള്ളി നമ്മുടെ തെയ്യമിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തെയ്യമിൻ്റെ സൈഡിലേക്ക് വന്നേക്കുവാണ്. അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ പോയാണെങ്കിൽ പാർട്ട് ടൈം വയ്ക്കുന്ന ആ ഒരു കടയിൽ നിൽക്കുന്നതാണ്. നേരത്തെ ജുൻ കോൾ ചെയ്തപ്പോഴേ ടെൻഷനായി നിന്ന തെയ്യമാണെങ്കിൽ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് നമ്മുടെ പോയിടത്ത് എന്തായെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം പോയാണെങ്കിൽ ജുന്നെല്ലാ സത്യങ്ങളും കണ്ടുപിടിച്ചു എന്ന് പറയാണ്. ആ സമയം തെയ്യം, പിന്നെ നീ എന്താ എന്നെ കോൾ ചെയ്യാത്തതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പോയാണെങ്കിൽ നിനക്ക് ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിൽ നീ എന്താ എന്നെ ഇങ്ങോട്ടേക്ക് വിളിക്കാത്തതെന്ന് ചോദിക്കുകയാണ്. ആ സമയം തെയ്യം, അതിന് ഞാൻ നിൻ്റെ നമ്പർ വാങ്ങിച്ചില്ലല്ലോ, ഞാൻ എൻ്റെ നമ്പർ നിനക്ക് തരാൻ മാത്രമേ ചെയ്തോളൂ എന്ന് പറയുന്നുണ്ട്. ആ സമയം അത് ശരിയാണല്ലോ എന്ന് പറയുന്ന ടൈമിന് തെയ്യമാണെങ്കിൽ നിൻ്റെ ഫോൺ നമ്പർ ഇതാന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ നമ്മുടെ പോയുടെ ഫോൺ നമ്പർ മേടിക്കുന്നുണ്ട്. ആ സമയം പോയാണെങ്കിൽ ജുന്നിന് നിന്നെ കണ്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറയാണ്. എവിടെയായിരിക്കും അവ ഉണ്ടാവുകയെന്ന് നിനക്കറിയാമല്ലോ എന്ന് പറയുന്ന ടൈമിന് എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് തെയ്യം ഉടനെ പോകുന്നുണ്ട്. ജുന്നാണെങ്കിൽ മുമ്പ് നമ്മുടെ തെയ്യമും ജുന്നും ഒരുമിച്ച് വന്നിട്ടുള്ള ആ ഒരു ആർക്കേഡിലേക്ക് അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. ചെന്നുടനെ തന്നെ ജുന്നിനോട്, നീയാണ് അതിലെ മെയിൻ ലീഡെന്ന് എന്നോട് കള്ളം പറയുന്നത് എന്തിനാന്ന് ചോദിക്കുവാണ്. തെയ്യം ഇപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തെയ്യം ആ ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് കൊടുക്കുന്ന ടൈമിന് കൊറിയയിലേക്ക് അവൻ പോകണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. ജസ്റ്റ് അതായത് അവൻ്റെ പാട്ട് ഇറങ്ങുന്ന അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്നായിരിക്കും ഈ ഒരു ഗ്രൂപ്പിന് മുന്നോട്ട് കൊണ്ടുപോവുക, അവൻ്റേലാണ് ബാധ്യത മൊത്തം എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് നീ കൊറിയയിലേക്ക് പോകണം എന്നുള്ളൊരു തീരുമാനം CEO കൊണ്ടുവരുന്നത്. അപ്പോൾ തന്നെ ഇവൻ പറയുന്നുണ്ട് പറ്റത്തില്ല, കാരണം ഇവൻ്റെ
ഗ്രൂപ്പിനെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇത്രയും ചെയ്തത്. എന്നാൽ അവൻ പോയി കഴിഞ്ഞാൽ ഗ്രൂപ്പ് ആ സ്പോട്ടിൽ ഡിസ്ബാൻഡ് ആവും. അപ്പോൾ ഇവൻ ഈ ഒരു ബാധ്യത ഏറ്റെടുത്തുള്ള കാര്യം നമ്മുടെ ജുന്നിന് അറിയാമെന്നുള്ളതുകൊണ്ടും ഇപ്പോൾ ഇവനിങ്ങനെ ഒരു കൊറിയയുടെ ഓഫർ വന്നിരിക്കുന്നത് അറിഞ്ഞിട്ടും ഇവനെ കൊറിയയിലേക്ക് പറഞ്ഞു വിടാനായിട്ട് ജുന്ന് നമ്മുടെ തേമിൻ്റെ അടുത്ത് എനിക്ക് സിനിമയിൽ മെയിൻ ലീഡായിട്ട് അഭിനയിക്കാൻ അവസരം കിട്ടി, ഞാൻ ഈ ഗ്രൂപ്പിൽ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അഭിനയിച്ച് എൻ്റെ ആക്ടിങ് കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് നീ കൊറിയയിലേക്ക് ചെല്ലും, എന്നാൽ മാത്രമേ എനിക്ക് ഈ ഗ്രൂപ്പിൽ നിന്ന് ഡിസ്ബാൻഡായിട്ട് എൻ്റെ ആഗ്രഹം പോലെ ആക്ടർ ആവാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം തേമിനെ കൊറിയയിലേക്ക് അയക്കാൻ അവൻ്റെ ബാധ്യതയിൽ നിന്ന് രക്ഷിക്കാനും വേണ്ടിയിട്ട് ചെയ്ത പണിയാണ്. കാരണം നമ്മുടെ തേം ശരി സെൽഫിഷ് അല്ലാത്തൊരു പാവം പയ്യനാണെന്ന് ജുന്നിന് എന്തായാലും അറിയാം. നമ്മളൊരു ഫ്രണ്ടാണ് ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ ഒരു അവസരം കിട്ടി, എന്നാൽ ഗ്രൂപ്പിൽ നിന്ന് ഡിസ്ബാൻഡ് ആയാൽ മാത്രമേ തനിക്ക് തൻ്റെ ആക്ടിങ് കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റ് ഫ്രണ്ട് എന്തായാലും ആ ഒരു ഗ്രൂപ്പ് ഡിസ്ബാൻഡ് ആക്കാൻ സമ്മതിച്ച് കൊടുക്കും. അപ്പോൾ ആ ഒരു ഇതൊക്കെ കൊണ്ട് തന്നെയാണ് തേമിനോട് ജുന്ന് കള്ളം പറഞ്ഞത്. അങ്ങനെ ഇപ്പോൾ തേം നീ എന്തിനാ കള്ളം പറയാൻ നിന്നത്, സിനിമ ഇറങ്ങുമ്പോൾ എന്തായാലും നിൻ്റെ റോൾ ഏതാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നല്ലോ, എന്താ എന്നെ കൊറിയയിലേക്ക് അയക്കാൻ വേണ്ടിയിട്ടും ബാധ്യത നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ അല്ല നീ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിക്കുന്ന ടൈമിന് ജുന്നാണെങ്കിൽ പിന്നെ എനിക്ക് വേറെ പണിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും നമ്മുടെ തേമിനെ കെയർ ചെയ്യുന്നുണ്ട്, പുറത്ത് കാണിക്കാതിരിക്കുകയാണ്. ഇതേ സമയം തേമാണെങ്കിൽ നമ്മൾ ജുന്നോട് വീണ്ടും താങ്ക്സ് പറയുന്നുണ്ട്. മറ്റൊന്നുമല്ല, നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം മോർണിംഗ് ഡീലാനൊക്കെ വന്നിട്ട് നമ്മുടെ തേമിനെ അടിക്കാനായിട്ട് നിന്നത്. എന്നാൽ ഡീലാൻ അടിക്കുന്നതിന് മുമ്പ് തന്നെ ജുന്ന് കയറി അടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഡീലാൻ അടിച്ചു കഴിഞ്ഞാൽ തേമിന് ഒരു 1.5 അടിയായിരിക്കും വീഴാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ജുന്നാണെങ്കിൽ ആക്ച്വലി നമ്മുടെ തേമിനെ സഹായിക്കാൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഡീലാൻ അടിക്കാൻ വരുന്നത് അവിടെ ഇരുന്ന് ജുൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഡീലാന് മുന്നേ കയറി ജുൻ അവനെ അടിച്ചത്. ജുൻ അടിച്ചപ്പോഴേ തേമിന് മനസ്സിലായി ഇത് ഡീലാൻ തന്നെ അടിക്കാതിരിക്കാൻ ജുൻ തന്നെ ഹെൽപ്പ് ചെയ്ത് അടിച്ചതാണെന്ന്. അതുകൊണ്ട് ഇപ്പോൾ അതിനൊക്കെ താങ്ക്സ് പറയുന്ന ടൈമിന് ജുന്നാണെങ്കിൽ എന്താ എനിക്ക് നിന്നെ ശരിക്കും അടിക്കാൻ ആഗ്രഹം ഇല്ലെന്നാണോ നീ വിചാരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം അവർ കുറേ നേരം ആർക്കേഡിൽ കളിക്കുന്നുണ്ട്. പിന്നീട് പോയിനെ കാണിക്കുമ്പോൾ പോയിപ്പം അവിടെ എന്തായി പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയി ഇങ്ങനെ ആലോചിക്കുകയാണ്. അതുപോലെ തന്നെ തേമിന് മെസ്സേജ് അയക്കണമെന്ന് ആഗ്രഹമുണ്ട്. അവനങ്ങനെ തേമിന് മെസ്സേജ് അയക്കാൻ കുറേ തവണ ടൈപ്പ് ചെയ്യുന്നുണ്ട്. എന്നാൽ അതെല്ലാം അവൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് മെസ്സേജ് അയക്കാതെ ഇങ്ങനെ ടെൻഷനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം മെസ്സേജ് അയക്കാൻ ഒരു മടി. ആ ഒരു ടൈമിലാണ് കറക്റ്റ് അങ്ങോട്ടേക്ക് നമ്മുടെ തേം കയറി വരുന്നത്. അങ്ങനെ തേമിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചു നീ ജുന്നിൻ്റെ കൂടെ നിൽക്കുമെന്ന്, എന്ത് പറ്റി ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിച്ചപ്പോൾ തേമാണെങ്കിൽ അത് പിന്നെ ജുന്നുമായിട്ട് പ്രോബ്ലം എല്ലാം സോൾവ് ആയി, പക്ഷേ അപ്പോഴാണ് മറ്റൊരു പ്രശ്നം ക്രിയേറ്റ് ആയെന്ന് പറയുന്നുണ്ട്. ആ സമയം എന്താ പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ തേമാണെങ്കിൽ നമ്മുടെ നേരത്തെ അവൻ്റെ ഫോൺ നമ്പർ തേമിന് കൊടുത്തെങ്കിലും അത് അവ സേവ് ചെയ്യാൻ മറന്നുപോയി. അങ്ങനെ നമ്മുടെ പോയുടെ ഫോൺ നമ്പർ ഇപ്പോൾ തേമിൻ്റെ കയ്യിലില്ല. അതുകൊണ്ടാണ് തേം പോടി ഇങ്ങി വന്നത്. അങ്ങനെ പോയാണെങ്കിൽ അത്രയേ ഉള്ളൂ, ഇങ്ങനെ ഫോൺ നമ്പർ വീണ്ടും ടൈപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞപ്പോൾ തേം അത് വേണ്ട, ഞാൻ സേവ് ചെയ്യാൻ മറക്കോ, നിൻ്റെ നമ്പർ പോകുമെന്ന് എനിക്ക് പേടിയുണ്ട്, അതുകൊണ്ട് നീ നിൻ്റെ നമ്പർ പറയും, ഞാൻ ഓരോ നമ്പറും ഓർത്ത് വെച്ചേക്കാം, നിൻ്റെ ഫോൺ നമ്പർ മറക്കാൻ എനിക്ക് ഒരു താല്പര്യമില്ല, ഞാൻ ഒരിക്കലും മറക്കത്തുമില്ല എന്ന് പറയുന്നുണ്ട്. ഈ ഒരു ഡയലോഗ് കേൾക്കുമ്പോൾ ആരായാലും വീണ് പോവും. പോയും വീണാൽ സ്വാഭാവികം, കാരണം സ്വന്തം ബോയ് ഫ്രണ്ട് പോലും ഇത്ര എഫോർട്ട് ഇടാൻ ചാൻസ് ഇല്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ തേം ഇങ്ങനെ പറയുന്നിട്ടിട്ട് പോവുകയാണെങ്കിൽ അവൻ്റെ ഫോൺ നമ്പർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തേമാണെങ്കിൽ അപ്പോൾ തന്നെ ഈ ഫോൺ നമ്പർ പഠിക്കുന്നുമുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ പോയിക്കും എവിടേക്കോ എന്തൊക്കെയോ ചെറിയൊരു ഷൈ ബ്ലഷ് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ അതും കാണിച്ച് ഈ ഒരു എപ്പിസോഡിൽ ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഇടുന്നത് ബൈ.